പത്തനംതിട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നതാണെന്നറിയാമോ? ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പോർട്സ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ക്ഷാമവും ഇല്ലെന്നുള്ളതാണ്. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ചെറിയ ഔട്ടിങ്ങിന് പോകണം കേട്ടോ. പ്രധാനമായിട്ട് ഫുഡ് അടിക്കണം, പിന്നെ കുറച്ച് ഇതുപോലുള്ള സ്പോർട്സിലൊക്കെ വിസിറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. പുള്ളിക്കാരൻ വേൾഡ് ടൂർ നടത്താനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ പറയുന്ന ഡയറക്ഷനിൽ പോകാത്തതിൻ്റെ കലിപ്പുണ്ട്. പിന്നെ അവൻ അതെല്ലാം ക്ഷമിച്ച് പിന്നെയും ഡയറക്ഷൻ കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആനക്കൂട്ടിലെത്തി ഗൈസ്. ചിലരൊക്കെ ഉറക്കം എഴുന്നേറ്റതിൻ്റെ ഒരു കലിപ്പൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കൺസിഡർ ചെയ്തില്ല. നമ്മൾ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ഓരോ ആനയ്ക്കും അതിൻ്റെതായിട്ടുള്ള കൂടുകളുണ്ട് കേട്ടോ. ആ കൂടിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ പേരും വയസ്സും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്ര അടുത്ത ആനയിൽ നിന്ന് കാണാൻ പറ്റും. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത ആനയിൽ നിന്ന് കാണുന്നത് കേട്ടോ. അവിടെ കുറേ ആനകളുണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ പോകും നമ്മുടെ പ്രിയദർശിനിയിലോട്ടാണ് കേട്ടോ. പ്രിയദർശിനിക്ക് 40 വയസ്സുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊത്ത് അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ അവരൊരു പാർക്കും അതുപോലെ തന്നെ ഒരു എലിഫൻറ്റ് മ്യൂസിയവും സെറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൽ എലിഫൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഹാൻഡ് വർക്ക്സും അതുപോലെ തന്നെ കുറേ ഫോട്ടോഗ്രാഫ്സ്, പിന്നെ എലിഫൻറ്റിനെ കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസ്, പിന്നെ ആനയുടെ അസ്ഥികൂടം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അട്രാക്ഷൻ പോകുന്നൊരു കാര്യമാണ് കേട്ടോ ആനയുടെ സ്കെൽട്ടൺ. അനാട്ടമി പഠിച്ചത് കൊണ്ട് അത് അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചില എല്ലുകൾക്കൊക്കെ മനുഷ്യനായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടൊക്കെയാണല്ലോ ഓരോ മൃഗങ്ങൾക്കും ഓരോ ഷേപ്പൊക്കെ വരുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയാണ് കേട്ടോ ഇത് ഈ കാണുന്ന ആനയുടെ പല്ലുകൾ. ഇത്രയും വലിയ പല്ലാണ് ആനയ്ക്കെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല. കാരണം വെളിയിൽ നിന്ന് ആനയുടെ പല്ല് നമുക്ക് കാണുന്നില്ലല്ലോ. അപ്പം ആനയുടെ പല്ലുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനുശേഷം അവിടെ മ്യൂസിയത്തിൻ്റെ പാർക്കിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രധാന പരിപാടിയിലൂടെ നമ്മൾ കടന്നു ഫുഡ് അടി. അപ്പം ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെയും എപ്പോഴും ഊണാണ് സാറിന് കടകളിൽ പോയാൽ ഞാൻ മേടിക്കാറുള്ളത്. കാരണം നമ്മൾ നാട്ടിലെ ഊണിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ വേറെ എവിടെയും പോയി കിട്ടത്തില്ലല്ലോ. ഊണ് വെളിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നാട്ടിലെ ടേസ്റ്റ് ഒതൻറ്റിക് ആണല്ലോ. സോ ഊണൊക്കെ കഴിച്ച് ഗൈസ് തിരിച്ചു പോയപ്പോൾ നല്ല അടിപൊളി മഴ. അപ്പോൾ നല്ല മഴയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും ഗുഡ് ബൈ.